എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് പെൻറ്റക്കിൾസ്, 2 ഓഫ് കപ്സ്, 5 ഓഫ് ഫോൺസ്, 7 ഓഫ് ഫോൺസ്, ഏസ് ഓഫ് ഫോൺസ്. ആൻഡ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 7 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ഒത്തിരി നാളുകൾക്ക് ശേഷം നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു സമയമാണ്. ലൈഫിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങൾ കടക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ കുറച്ച് ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുന്ന സമയമാണ്. ലൈഫിൽ ഒത്തിരി ചലഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. ആ ചലഞ്ചിൽ നിന്നൊക്കെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളുന്നു. അതായത് പൊതുവേ നിങ്ങൾ മറ്റുള്ളവർക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, ആരെങ്കിലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിലകൊള്ളുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പൊതുവേ നിങ്ങൾ കുറച്ച് വൾണറബിളായിട്ട് നിൽക്കുന്ന ആളുകൾ ആർക്ക് വേണമെങ്കിലും വന്നിട്ട് നിങ്ങളെ നമ്മൾ ചവിട്ടി എന്ന് പറയാം, ആരും വന്ന് ചവിട്ടി തേച്ചിട്ട് പോകുന്ന ചവിട്ടി ഡോർമാറ്റാണ് എന്നുള്ളൊരു ഫീലിംഗാണ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നൽകുന്നതെങ്കിൽ ഇപ്പോൾ നേരത്തെ നിങ്ങളെ മറ്റുള്ളവർ ഡിസ്റെസ്പെക്റ്റ് ചെയ്തു, നിങ്ങൾക്കൊരു വിലയും തന്നില്ല എങ്കിൽ ഇപ്പോൾ ആളുകൾ നിങ്ങളെ ഹെയ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന സിറ്റുവേഷൻ. പക്ഷേ ആ ഹെയ്റ്റ്, ആ ദേഷ്യം, ഈർഷ്യ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ചവിട്ടി തേക്കാൻ നിന്ന് കൊടുക്കുന്നില്ല. നിങ്ങൾ നിവർന്ന് നിന്ന് സോറി ഐ കാൻ ഡു ദിസ്, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്നുള്ളത്, നോ എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ ഇതുവരെ നിങ്ങളെ ചവിട്ടി തേച്ച ആളുകൾക്ക് അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് നിങ്ങൾ അങ്ങനെ ആകുന്നതിൽ അവർക്ക് ദേഷ്യവും വാശിയും ഒക്കെ ഈർഷ്യവും തോന്നാം. പക്ഷേ യു ആർ സാറ്റിസ്ഫൈഡ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സന്തുഷ്ടരാണ്, ഇതുപോലെ ആളുകളെ മനസ്സിലാക്കുന്നു എന്നുള്ളതും അതേപോലെ തന്നെ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ പൊതുവെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒത്തിരി അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റിയ സമയമാണ്. അപ്പം അത് പല രീതിയിലും. ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ജോലി സംബന്ധമായിട്ട് ഉയർച്ചയുണ്ടാകുന്നു, കരിയറിൽ മുന്നേറ്റം ഉണ്ടാകുന്നു, സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു, പ്രൊമോഷന് കാര്യങ്ങൾ അതുപോലുള്ള സിറ്റുവേഷൻസ് കാണിക്കുന്നു. അതേപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് നിൽക്കുന്നു എന്നുള്ളതും. അക്കംപ്ലിഷ്മെൻ്റ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസം, പഠിത്തം മാത്രമല്ല മറ്റ് സ്പോർട്സ്, ആർട്സ് പോലുള്ള കലകളിലൊക്കെ മികവ് തെളിയിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്ന ആ രീതിയിലുള്ള ഒരു അക്കംപ്ലിഷ്മെൻറ്റ് സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ പ്രായമായിട്ടുള്ള ആളുകളിലാണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല, റിട്ടയർ ആയിട്ടുള്ളവർ ചില രീതിയിലുള്ള സോഷ്യൽ സർവീസോ അതുപോലെ മറ്റ് എന്തെങ്കിലുമൊക്കെ ഭാഗമായിട്ട് നിലകൊള്ളുക, അതിൻ്റെ പേരിൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ചില അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അക്കംപ്ലിഷ്മെൻറ്റ് വരുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ജോലി ഇപ്പോൾ റിട്ടയർ ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരെന്തെങ്കിലും എൻജിഒയുടെ, റെഡ് ക്രോസിൻ്റെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഭാഗമായിട്ട് നാഷണൽ സർവീസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സർവീസസിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു. അത് വലിയൊരു വലിയ തലത്തിലേക്ക് അത് എത്തുന്നുണ്ട്. അപ്പോൾ ആളുകളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു അവാർഡ്, അതേപോലെ സെറിമണിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും അവാർഡ്സ് കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഒത്തിരി വലിയൊരു അക്കംപ്ലിഷ്മെൻ്റാണ്. കാരണം ഇവിടെ ഒരു സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ ആ ഒരു ഏരിയ വൈസ്, ആ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പ്രവൃത്തിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു അവാർഡ് കാര്യങ്ങളൊക്കെ ലഭിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 10 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 5 ഓഫ് ഫോൺസ് എനർജിയാണ്. ജോലിയിലാണെങ്കിൽ ഒത്തിരി ചുറ്റും ഒത്തിരി പേര്, അതായത് ഏതെങ്കിലും ഒരു പൊസിഷന് വേണ്ടിയിട്ട് ഒത്തിരി ആളുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പൊസിഷൻ കിട്ടാൻ കോമ്പറ്റീഷൻ ഒത്തിരി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റുന്ന സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് പ്രൊമോഷനും കാര്യങ്ങൾ. ഇപ്പോൾ ഈ ബാങ്കിങ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ ഒത്തിരി ഉയർച്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ബാങ്കിങ് സെക്ടറിൽ പ്രൊമോഷൻ ടെസ്റ്റൊക്കെ ചെയ്തവർ അല്ലെങ്കിൽ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സിലൊക്കെ ഒത്തിരി സാധ്യതകൾ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ച് ഉണ്ട്.
ലൈഫിൽ മൊത്തത്തിൽ ചേഞ്ച് ഉള്ള സമയം, മൊത്തത്തിലെന്ന് പറയുമ്പോൾ ഇപ്പോൾ കരിയറിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്, ചില റിലേഷൻഷിപ്പിൽ ചേഞ്ചസ് വരുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻസ് ഉണ്ടായിരുന്നെങ്കിൽ പ്ലാൻ മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ അത് ചില പ്ലാൻസ് ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ മൊത്തത്തിൽ പെർസ്പെക്റ്റീവ് തന്നെ മാറുന്ന സിറ്റുവേഷനാകും. റിലേഷൻഷിപ്പ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഫാമിലി ആയിട്ട് ഉള്ള സിറ്റുവേഷനിൽ പലതരത്തിലാവാം. അപ്പോൾ പാരൻസും കുട്ടികളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നല്ല രീതിയിലൊരു സംസാരം ഒന്നും ഉണ്ടാവുന്നുണ്ടാവില്ല, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഭക്ഷണം ഒരുമിച്ച് എല്ലാവർക്കും കഴിക്കുന്നു, ഓരോരുത്തരും ഓരോ സമയം വന്ന് പോയി കഴിക്കുന്നു. ഈവൻ എല്ലാവരും ഒരുമിച്ചുള്ള സമയത്താണെങ്കിൽ പോലും ഒരാൾ ഒരു സമയത്ത് റൂമിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കഴിക്കുന്നത്, അതിലൊരു മാറ്റം. എല്ലാവരും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കുക, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുക, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഈ സിറ്റുവേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലി വൈസ് ഒരു ഒരുമിച്ച് സമയം ചിലവഴിക്കുക, ഇഷ്ടങ്ങൾ തുറന്ന് സംസാരിക്കുക. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് പരാതികളായിരിക്കും, നിങ്ങൾക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തുറന്ന് സംസാരിക്കണം എന്നുള്ളത്, തുറന്ന് സംസാരിക്കുന്നില്ല, തുറന്ന് സംസാരിക്കുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇതൊക്കെ കാണുന്ന ഒരു സമയം. അതേപോലെ തന്നെ എന്ത് കാര്യത്തിലാണോ നിങ്ങൾ മുന്നേറാൻ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു മടിയും കൂടാതെ അതിനുവേണ്ടി ശ്രമിക്കുന്നു. കോൺഫിഡൻസ് വളരെയധികം നിങ്ങളെ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ 10 of Pentacles and Ace of Wands എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വളരെ ബോൾഡായിട്ട് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. പൊതുവെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, തുറന്ന് സംസാരിക്കാൻ ചിലപ്പോൾ മടിയായിരിക്കും. അതുപോലെ കണക്ഷൻ ഇല്ലാത്ത ആളുകളായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ മടിയായിരിക്കും. പക്ഷേ ചില ബന്ധങ്ങൾ അതിൽ കുറച്ച് നല്ല ആഴത്തിൽ നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നതുകൊണ്ട് കുറച്ചുകൂടി ഫ്രീ ആയി പല കാര്യങ്ങളും ബോൾഡായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു. പ്രത്യേകിച്ച് കുട്ടികൾക്ക് മാതാപിതാക്കളുമായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു എനർജി. നിങ്ങളുടെ ലൈഫിൽ ചില സ്വഭാവങ്ങളോ രീതികളോ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ന് വിചാരിച്ച് നിങ്ങൾ ഒളിച്ചു വെക്കുന്ന ആ ഭാഗം നിങ്ങൾ തുറന്ന് കാണിക്കും. അതായത് അതുപോലെ അടുപ്പമുള്ള ആളുകളുടെ അടുത്ത്. അപ്പോൾ അവരത് മനസ്സിലാക്കുന്നു, ദേ ആർ അക്സെപ്റ്റിങ് യു. അതോട് കൂടിയിട്ട് തന്നെ നിങ്ങളെ മുഴുവനായിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് പ്രണയത്തിൻ്റെ സാഹചര്യത്തിലും കാണിക്കുന്നുണ്ട്. കാരണം ഒരു പ്രണയം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രണയത്തിലും നിങ്ങളെ എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ആ ഒരു എനർജി. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇവിടെ കുറച്ച് ചില ആളുകളെ സംബന്ധിച്ച് അടുത്തിടയ്ക്ക് ഒരു ഡിപ്രഷനോ അല്ലെങ്കിൽ ഒറ്റപ്പെടലൊക്കെ അനുഭവിച്ചിരുന്നവരെ സംബന്ധിച്ച് ഇപ്പോൾ കുടുംബത്തിൻ്റെ ചേർത്ത് പിടിക്കലുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി തൃപ്തിയും സന്തോഷവും തരുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മറ്റുള്ളവർ നിങ്ങളെ ക്രൂശിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നിരിക്കും. ഇതിനു മുമ്പ് ലൈഫിൽ നിങ്ങൾ എന്തോ തെറ്റ് ചെയ്ത പോലെ ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരാളായിരിക്കാം നിങ്ങൾ. വലിയ കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ കൊച്ചു എന്തെങ്കിലും കാര്യമായിരിക്കാം, പക്ഷെ അത് നിങ്ങളുടെ മനസ്സിൽ തട്ടിയിട്ടുള്ള കാര്യമായിരിക്കും. കാരണം നിങ്ങളുടെ ഫാമിലി ആ സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ച ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു സാഹചര്യം, സിമിലർ സാഹചര്യം വരുമ്പോൾ നിങ്ങളുടെ ഫാമിലിയോ അല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ച ആളുകൾ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിന് ഒത്തിരി സന്തോഷം തരുന്ന കാര്യം, ഒരു ആത്മനിർവൃതി തരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നൊരു സിറ്റുവേഷനാണ്. 2 of Cups and 7 of Wands എനർജി സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ മറ്റൊരാൾ നിങ്ങളുടെ നേരെ നിഴലിൽ ചൂണ്ടുമ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങൾ സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവൻ ചില ആളുകൾ ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള ചില ഇതിലേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് കൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് പെട്ടുപോകാതെ പുറത്തേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയാം. അങ്ങനത്തെ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മാനസികമായിട്ട് ഒത്തിരി തൃപ്തി തരുന്ന സമയമാണ്. ഒരു ഇമോഷണൽ ബാലൻസ് സ്ട്രോങ് ആയിട്ട് ഉണ്ടാകുന്നുണ്ട്. ആരോഗ്യം, അതായത് ഫിസിക്കൽ ഹെൽത്ത് അല്ല, ഇമോഷണൽ വെൽബീയിങ്, അതായത് അതായത് മാനസികമായിട്ട് നിങ്ങൾക്ക് അടുത്തിടയ്ക്കായിട്ട് നിങ്ങൾ മാനസികമായിട്ട് കുറച്ച് അല്ലൽ അനുഭവിക്കുന്ന സമയത്തിൽ നിന്ന് മാറി മനസ്സിനൊരു തൃപ്തി വരുന്ന ഒരു സമയമാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ യാത്രകളുടെ സമയമാണ്. അപ്പോൾ യാത്രകളൊക്കെ ഒത്തിരി ചെയ്യാൻ പറ്റുന്ന സമയമാണ്. വിദേശത്തേക്കുള്ള യാത്രകളും ചില ആളുകളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്.
വിദേശത്തും അല്ലാതെയൊക്കെയുള്ള യാത്ര, നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടുന്ന് കുറച്ച് മറ്റൊരു രാജ്യത്തേക്കുള്ള യാത്രയും അതേ രാജ്യത്ത് ഒത്തിരി യാത്രകൾ ചെയ്യാനൊക്കെ ഉള്ളൊരു സമയം കാണിക്കുന്നുണ്ട് ഈ ഒരു മാസത്തിലും വരുന്ന മാസങ്ങളിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.